ചേട്ടാന്ന് വിളിക്കരുത്. നിന്റെ ഒന്നും അങ്കിളാവാനുള്ള പ്രായം എനിക്കില്ല. ഞാൻ ഇതുവരെ കല്യാണം പോലും കഴിച്ചിട്ടില്ല. ലാസ്റ്റ് പ്രശ്നം വന്നിട്ട് മുൻഷിന്ന് വിളിച്ചാല് എന്നെ മുൻഷിന്ന് വിളിക്കരുത് ചേട്ടാന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒറ്റത്തന്തിക്ക് വന്നതാ. ഓക്കെ, ഞാൻ ഒരു വീട്ടിൽ നിന്ന് ഒരു അച്ഛൻ്റെ അമ്മയുടെ മോനായിട്ടാ വന്നത്. അതുകൊണ്ട് അങ്ങനെ പറയും. ഞാൻ പിന്നെ രണ്ടെണ്ണത്തിന്റെ ആയിട്ടാ വന്നത്. ഞാൻ ഒരു വീട്ടിൽ നിന്ന് ഒരു അച്ഛൻ്റെ അമ്മയുടെ മോനായിട്ടാ വന്നത്. അതുകൊണ്ട് അങ്ങനെ പറയും. ഞാൻ പിന്നെ രണ്ടെണ്ണത്തിന്റെ ആയിട്ടാ വന്നത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. ഇവരെ ഞാൻ എവിടെയോ എന്തുകൊണ്ട് പരിപാടി നിർത്തിപ്പോയിക്കൂടെ? എടാ, ഈ ചിന്ത നിങ്ങളല്ല, ഇവിടുത്തെ ചാനലുകാരെ നടത്തിയിരുന്നെങ്കിൽ ഈ ചങ്ങാനിന്ദയുടെ വിളിക്കുന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം? ചാനലില് നല്ല അലുവയെ കുറിച്ചും പ്രോഗ്രാം വരും, ചാണകത്തിനെ കുറിച്ചും പ്രോഗ്രാം വരും. ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? ഹലുവയെ കുറിച്ച് വരുമ്പോ എന്നെ പോലെ വരും, ചാണകത്തിനെ കുറിച്ച് വരുമ്പോ നിന്നെ പോലത്തെ ആളുകൾ വരും. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. നിങ്ങൾ എന്ന് എന്റെ കുറ്റമല്ല. ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. നിങ്ങൾ വട്ടപൂജമായി ജീവിക്കുന്ന കുറ്റല്ല. എന്നെ കുറിച്ച് മനസ്സിലാവട്ടെ. ഐ ഡോണ്ട് ലൈക്ക് യുവർ ആറ്റിറ്റ്യൂഡ്. എനിക്ക് തന്നെ ഇഷ്ടമാവുന്നില്ല. താൻ എന്നെ കയറി പ്രേമിക്കാനൊന്നും വരണ്ട. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. നീയാണല്ലോ കോടതി. ഓടാമയില് ഞാനിപ്പോ എന്റെ വലിപ്പം മനസ്സിലാക്കുന്നു. ഞാൻ ഇവനേക്കാളൊക്കെ എത്ര മേളിലാണ്. വെറുതെ ചിരിപ്പിക്കരുത്. അതുകൊണ്ടാണല്ലോ 100 ഒരാളെ ഇരിക്കേണ്ടി വരുന്നത്. പുഷ്ടം വായിച്ചു കഴിഞ്ഞാൽ ചാകി നന്ന് വരും. നിന്നെ ഒന്നും ഒരാൾ നായകനാക്കാൻ പോകുന്നില്ല. ഇങ്ങനെ കാലത്ത് മറ്റവനായി ചെയ്തേ പറഞ്ഞ് ചൊറിഞ്ഞ് നടക്കാം. അതേ പറ്റൂ. ഒരിക്കലും നന്നാവൂല. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും.